മാറില്ല എന്നാ നീ മുച്ചിരി നീലേ അവരോട് പൊക്കോ ഇറങ്ങി ബോബോയ് നിന്റെ വായ ചവിട്ടി കീറുവേ ഏട്ടാ ബാബായ് ബാബായ് ആണോ എവിടെ ഓ ആര് ആരെണ്ണാ അവരാ പറയണ്ടേ കാണിക്കലാണ് വസന അത് വസന്റെ കാര്യം അത് അറിയണ്ട ഞാൻ പറഞ്ഞു അണ്ണ ഇങ്ങനെ ഇതാക്കല്ലേ ഞാൻ ഡീൽ ചെയ്തോളാം അണ്ണന്റെ കേസ് അറിയണ്ട പറഞ്ഞേ ആ ഓക്കെ വെളുപ്പിനല്ലേ ഓക്കെ ഇല്ല എന്തായാലും ഇപ്പൊ ലീക്കായി പറഞ്ഞോളൂ ഡിവോഴ്സ് പെറ്റീഷൻ വരുമെന്ന് രാവിലെ വീട്ടിലെത്തപ്പോഴത്തേക്ക് ഒരു വെള്ള പാസറിന് വെള്ളക്കടലാസ് ഒരു ഒന്ന് ഒപ്പിട്ടയക്കനാണ് ചന്ദ്രു ചന്ദ്രു ഈ നമ്പർ പ്ലേറ്റ് ഏതാ ചന്ദ്രന്റെ ബഗ്ഗിന്റെ നമ്പർ പ്ലേറ്റാ അതെ 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 ചന്ദ്രന് ബഗ് അങ്ങ് ഇറക്കി കൂടെ സിറ്റിയിലെ ഇറക്കി തരണോ നിനക്ക് നീ വണ്ടി പണിയോ ആ ഞാൻ പണിയല്ല പിന്നെ നമുക്ക് ബ്ലണ്ടർ അറിയാ സീരിയസ്ലി എന്നാ നീ എന്റെ ബഗ് ഇറക്കിത്താ സമ്മതിച്ചായിരുന്നു നിനക്ക് നീ ബ്ലണ്ടർ പറയാറുണ്ട് നീ പണിയോന്ന് എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ ഞാൻ പണിഞ്ഞ് തന്നിരിക്കും നമ്മളെ കമ്പനിക്ക് അങ്കി ഇതൊക്കെ ഉണ്ട് അതറിയോ ഇവിടുത്തെ പിള്ളേരൊക്കെ പോയാ നമ്മുടെ നമ്മൾ പിള്ളേരൊക്കെ എവരെ പോയി ഓ സൈഡിലേ ഓ തന്നെയാടേ അത് തന്നെ അടിപൊളിയാട്ടോ എന്തൊരു പറയുന്നത് അവന്റെ പൊളപ്പ് അവന്റെ പൊളപ്പ് കാണണം അവന്റെ പൊളപ്പ് നമ്മളവിടെ പൊളക്കുന്ന പറയുമ്പോ ഇങ്ങനെ പൊളക്കുന്ന ഇങ്ങനെ തുറക്കൂലേ പോണ് ഹലോ നീ നോട്ടിലുള്ള ആളല്ലേ ആ അമ്പടി ആ സാർ സാർ അമ്പടി തക്കാളി പുലിസി അമ്പടി തക്കാളി പുലിസി അങ്ങനെ പറയാ അമ്പട തക്കാളി പുളിസി അതെന്തിന് ആ തക്കാളി ആ ഡയലോഗ് ആരുണ്ടാക്കിന്ന് അറിയാട്ടെ അമ്പട തക്കാളി അത് ഞാൻ ഉണ്ടാക്കിയ അണ്ടിയാണെന്ന് നീ നോക്കിട്ട് പറഞ്ഞാൽ മതി അതൊരു കൈത്തരാം ഫിലിമിലെന്തോ നമ്മളോടാണോ ഇത് പറയുന്നേ അവരെന്തൊക്കെ പറയുന്നതായിരുന്നു നമ്മളിവിടെ വേറെന്തൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നത് അല്ല ശരിയാന്ന് പറയുന്നു നമ്മളെ പുളിസെന്നാണ് തക്കാളി വന്നു നമ്മുടെ പുളിസ് വേറെ നമ്മുടെ തക്കാളി വേറെ രണ്ട് ഇതാണ് തള്ളാപ്പൊളി എന്തെങ്കിലും കാണുമ്പോ തള്ളാപ്പൊളി നീ നീട്ട അത്ര നീട്ടല്ല അത്ര നീട്ടം നമുക്ക് പോലും ഇല്ല തള്ളാപ്പൊളി തള്ളേ ഓ അതൊന്നും പറയില്ലേ നീ വലത്തും സത്യം നിന്നെ അടിച്ചിട്ട് ഞാൻ ഇതായി ഞാൻ വെട്ടുന്നുണ്ടാ ഞാൻ വെട്ടുന്നുണ്ടാ ഞാൻ വെട്ടുന്നുണ്ടാ
ഇല്ല ഇല്ല എന്നാ വാ നോക്ക് നോക്ക് പറയ് ക്രൗച്ച് ചെയ്ത് എനിക്ക് പറഞ്ഞുതരോ ഇത് പറഞ്ഞേ എന്നിട്ട് ഞാൻ എന്തോരം വെട്ടണം അല്ലെങ്കിൽ നിന്റെ ഒരു സാധനം പറഞ്ഞു തരണേ വെട്ടലൊക്കെ എങ്ങനെ അറിയോ സിറ്റുവേഷന് ഉപകാരമില്ല മനസ്സിലായാ എടാ നീ നോക്കിയോ നമ്മുടെ ഗ്യാങ് കൊണ്ട് പോട്ടക്കാട് ഫ്രണ്ടി നമ്മുടെ ഈ ചന്ദ്രബോസ് ഉണ്ട് നോക്കിയോ എഴുതി വെച്ചോ ചന്ദ്ര ഞാൻ ഈ ബട്ടിൽ എന്താ പറയാ യൂസ് ചെയ്യാം നമുക്ക് സിറ്റുവേഷൻ നമ്മളെ വണ്ടി ഒരു മാസം ആലോചിച്ച് ഇത്ര വണ്ടിക്കുമ്പോ നമ്മളോട് ഒരു എടുപ്പുണ്ടല്ലേ തലയെടുപ്പ് ടാർഗറ്റ് ചെയ്ത് പണി വിടും ഗ്യാങ് വണ്ടിക്ക് ഉണ്ടാവും ഇത്രയും പ്രൗഡി സത്യം പക്ഷെ അങ്കി ഞാൻ പണ്ടി ചന്ദ്രന്റെ വണ്ടി സത്യം പറയാ നിക്കുമ്പോ തന്നെ ഒരു ആന നിക്കുന്ന കണക്കിരിക്കുന്നല്ലേ ആ ടയറൊക്കെ നോക്കിയാ ഒരു പറയുമില്ല ഇല്ല സോറി നിന്റെ അച്ഛൻ്റെ അടുത്ത് സംസാരിച്ചിട്ടല്ലേ തന്തയുടെ പ്രായം എനിക്ക് കേട്ടാ കൊലയാടി പോലെ ചന്ദ്രൻ എന്താ പറഞ്ഞ ചന്ദ്രന്റെ ആ ഫോണ്ടൊക്കെ നോക്കിയ ചന്ദ്ര ബോസ് അതൊക്കെ നൈസാണ് സത്യം പറയാറ് ചന്ദ്ര ഗ്യാങ് ഡ്രസ് നിനക്ക് എസ് പമ്പിൽ ജോലിയില്ല നിനക്ക് അവിടെ കുനിച്ചേർത്തിന് എസ് പമ്പിൽ കൊണ്ട് കുനിച്ചേർത്ത് രാവിലെ തൊട്ട് എന്നിട്ട് മാമാർക്ക് നിന്നെ വിൽക്കും നിന്നെ 10 രൂപ നിന്നെ കളിച്ചിട്ട് പോകാൻ ആര് 10 രൂപയ്ക്ക് മുച്ചിയുടെ കളി അതിനെ ചേച്ചിക്കുണ്ട് ചന്ദ്രനായിട്ട് പേര് ഞങ്ങൾക്കൊരു വണ്ടി വാങ്ങി തന്നെ അതറിയോ ഇപ്പൊ എന്തൊക്കെയാ പറഞ്ഞ ഒന്നും മനസ്സിലായി എനിക്ക് ഞങ്ങൾക്കൊരു വണ്ടി ഒരു കാർ വാങ്ങി തന്നെ ഇത് കണ്ടാ മുച്ചിരി നമ്മളെ വണ്ടി കയറുന്നുണ്ട് അതൊന്ന് നോക്കിയേ ഇത് കണ്ടാ പെർഫോമൻസ് കൂടുതലാണ് നമ്മളെ പെർഫോമൻസ് കൂടുതലാ ഇത് കണ്ടാ ഇങ്ങനെ കേറി നിക്കും എല്ലായിടത്തും പറക്കും കിടക്കും കൊഞ്ഞിന് നിൽക്കും എടാ പിറ്റിയാ വാ കളിക്കാം വാ നോക്കിക്കോ ഇപ്പൊ നമ്മുടെ വണ്ടി പോണ നോക്കണേ നോക്കണേ പോണ നോക്കണേ ഇതുണ്ടോ ലോഡിനല്ലേ എടാ ഒരു വെള്ളത്തിൽ പോയി എടാ എങ്ങോട്ട് പോയി ആരാ കത്തിയാരാ എടാ ചർച്ച അവര് ചർച്ചുണ്ട് എടാ ഞാൻ ഇൻഫോ എടുത്തരാ വെയിറ്റ് എന്റെ വണ്ടി നല്ല സ്പീഡുണ്ട് നമ്മളിറങ്ങിയ ചത്തേട്ടാ വെച്ചിട്ട് നമ്മളെത്ര ഉണ്ട് ബാസോണ്ണ ഇവിടെ ഹാർമണി കുത്തിയേ ഹാർമണി മലയുടെ മണ്ടേ കൊണ്ട് നമ്മളെ പണ്ണ വരുമോ ഇനി വേറെ ഗ്യാങ്ങാണ് നമ്മൾ ഗ്യാങ് അറിയാം മിണ്ടായിരിക്കും അറിഞ്ഞില്ല എടാ ഒരു വണ്ടി ഹാർമന്റെ ഈ പാലത്ത് വരണടാ എടാ ചർച്ച കഴിഞ്ഞാൽ അവർ പൊക്കോണ്ടിരിക്കുകയാണ് നമ്മൾ മാത്രമല്ല അമ്മ കൂടെ നമ്മളെ ഇന്ന് ചേച്ചി അറിഞ്ഞൂടെ നമ്മളെ പക്ഷെ ബാക്കിൽ പോണേ എടാ
വാസന 40022 മല 4022 മല റിബലിന്റെ ഓപ്പോസിറ്റ് മല ഇല്ല അവരവിടെ പൊക്കോണ്ടിരിക്കും നമ്മളോട് കൊടുക്കാൻ തുറ അമ്മമാർക്ക് ചന്ദ്ര 3046 പോവാം എന്റെ മാർക്ക് ബഗ്ഗായിട്ടാണ് അങ്ങോട്ടൊന്ന് പോവാം എന്നാലും ശരി അങ്ങനെ പോയല്ലേ നമ്മൾ ഒറ്റയ്ക്കേ ഉള്ളൂ പെട്ടാ ഒന്നും ചെയ്യാൻ പറ്റും ഞാൻ റേഡി ഇറങ്ങി റിപ്പയർ ആളുണ്ടാ ഇല്ല ഇല്ല മലയിലുണ്ട് മല ലെഫ്റ്റ് കണ്ട ലെഫ്റ്റ് ബൈക്കില് ഇടിച്ചെറിപ്പിച്ചാലാ പോയി നമ്മളെ ഫ്രണ്ടിൽ പിള്ളേർ ഇടുന്നുണ്ടോ വാ വാ കുത്തില്ല അതിന് തള്ളരുത് നിങ്ങൾ ബാക്കിൽ സപ്പോർട്ട് തരാം വെയിറ്റ് ബാക്ക് അവന്മാര് നോക്കുന്നുണ്ട് അത് കുഴപ്പമില്ല നമ്മൾ രണ്ടുപേരും ഇവിടെ ഇറങ്ങിയ നിന്റെ തള്ളല്ലേ അവിടെ തള്ളല്ലേ തള്ളുവാണെ പറയണം കേട്ടോ തള്ളുവാണെ കോള് പറയാം ഇല്ല എന്റെ വണ്ടി നിർത്തിട്ടില്ല നിങ്ങൾ വണ്ടി എടുത്തിട്ട് പെട്ടെന്ന് വരാമോ സമയം ഡിലേ ആക്കരുത് നിങ്ങൾ വരണം ഒരു വണ്ടി അവിടെ കഴിഞ്ഞു അടിച്ചൊക്കെ എറിഞ്ഞ നമ്മളിവിടെ ഉണ്ടാൻ തുടങ്ങിയിട്ട് 4 സൈഡിൽ നിന്ന് പള്ളി അമരം 4 സൈഡിൽ നിന്ന് അതായത് അവന്മാരുടെ 1-2 പേരെ കത്തിപ്പോയിട്ടുണ്ടായിരുന്നു. അത് മറ്റേ അങ്ങ് നമ്മുടെ ഗ്യാങ്സിന്റെ ആ ഏരിയയിൽ കേട്ടോ വന്ന വഴി സാൻഡി വന്ന വഴി ഇതല്ലടാ കണ്ണാപ്പിയെ അവനേതാ കണ്ണാപ്പി എവിടെയാ കണ്ണാപ്പി ഇവനാണ്
നമ്മള് ചന്ദ്രനുണ്ട് എന്റെ വണ്ടി സ്പീഡായിരുന്നില്ലേ മുച്ചരി നമ്മളെ വണ്ടി സ്പീഡായിരുന്നില്ലേ എന്ത് സ്പീഡാ പറഞ്ഞില്ലേ തന്നെ നമ്മളെ ബാക്കിൽ നിന്ന് മാത്രം അടിച്ചുള്ളൂ ഇവനെ നമ്മുടെ ബാക്കിൽ കിടുതായി സപ്പോർട്ട് എടുത്തോളൂ നൈസായിരുന്നു ഞാൻ ക്യാമറ കോണയ്ക്കുന്നുണ്ട് കോണ അടിച്ചമാർക്ക് മാത്രം കൊണക്കി കേട്ടോ പറഞ്ഞിട്ടുണ്ട് അത് കണ്ടില്ലേ നമ്മളെ ബാക്കി വെച്ച കുത്തി അവനെ അടിച്ചു വന്ന് വണ്ടി ഒന്നും പറയില്ല നമ്മുടെ വണ്ടി നമ്മള് പണിഞ്ഞ് ഇറക്കി നമ്മളെ കുറെ കഷ്ടപ്പെട്ട് പണിഞ്ഞാണ് ഈ ഗ്യാങ് സിറ്റി ഉണ്ടായിരുന്നാ ഓജി ഒരുത്തനെ വെച്ച് പിതുക്കിയേ അവൻ തീ കയറി മരിച്ചടാ നീല അവൻ തീ കയറി മരിച്ചോ പിന്നെ എത്രയാണ് അറിയാ ഗ്യാങ്ങിരിക്കുന്നേ കൂടെ ഉള്ളവരാ കോച്ച് കോച്ച് അവന്മാരെ ഫ്രണ്ടിൽ അങ്ങോട്ട് നീ ഒരു കയറിട്ടിരിക്കടേ അതൊന്ന് ആലോചിച്ച് നോക്കിയില്ലേ ഇത്ര പെട്ടെന്ന് തീർക്കാനായിരുന്നു എന്തിനാടാ എത്ര കൊട അടിച്ചത് കുറച്ചെങ്കിലും സമയത്താടാ പണ്ട് മറ്റേ ആൾക്കാര് കളിച്ച ടൈം ഇതൊക്കെ എന്താണ് ഇതൊക്കെ കൊറേ നാളെ സാൻഡി നമ്മള് വെടിവെച്ചിട്ട് എന്തോ സന്തോഷമാണ് അവർക്ക് കിട്ടിയ ഞാൻ സത്യമായിട്ടും ഞാൻ അറിയാതെ അടിച്ചത് അളിയാ അളിയാ സത്യമായിട്ട് ഞാൻ നിനക്ക് ഹെൽമെറ്റ് എന്നുള്ള കണ്ടില്ല അളിയാ ചന്ദ്രനെ ഒന്ന് പൊക്കടാ സോറിയടാ ചിലപ്പോ കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് ആണോ അയ്യോ അളിയാ നിനക്ക് നേടാ നീ ദൂരെ നോക്കിയപ്പോ ചന്ദ്രകത്ത അയ്യേ ചന്ദ്രു നാണക്കേട് ചന്ദ്ര 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 അവ പേര് ചന്ദ്ര അല്ലല്ല സിറ്റുവേഷനിൽ എത്തല്ല ചന്ദ്രു എങ്ങനെ പല വിഷപ്പട്ടികളും പറയും ഞാൻ അറിഞ്ഞോണ്ട് ചെയ്തതാണെന്ന് ഞാൻ അറിഞ്ഞോണ്ട് പ്യൂർ അറിഞ്ഞോണ്ട് അതിന്റെ പേരിൽ റിവെഞ്ച് ഒന്നും എടുക്കരുത് കേട്ടാ എടുക്കൂടാ ഇപ്പൊ തന്നെ വിളിച്ചു പറയടാ 5 ദിവസത്തിന് അടുത്ത് നീ ഗെയിമിനകത്ത് റിവെഞ്ച് എടുത്താലും റിയൽ ലൈഫിൽ റിവെഞ്ച് എടുക്കരുത് വഞ്ചിക്കും അവനെ ഇത് ആദ്യം ഒന്ന് നോക്കണേ ഇപ്പൊ തന്നെ 5 ദിവസത്തിന് വിളിച്ച് പറയണം അല്ല അതിലും വലിയതൊക്കെ വണ്ടിയിൽ ഇരിപ്പുണ്ട് അവിടെ കഥ അവിടെ 2 ബോർഡ് അവിടെ അത് വെക്കണം
വാസുണ്ണ അണ്ണാ ഇതിന് പകരം ചോദിക്കും പകരത്തിന് പകരം അറിഞ്ഞോണ്ടല്ല ചന്ദ്ര, അറിഞ്ഞോണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ നിന്നെ വന്ന് താറ്റുകയും കളിയാക്കുകയും ചെയ്തേനെ ഞാൻ. എന്നാലും ഇത് ഇന്ന് അറിഞ്ഞോണ്ടല്ല. നിന്നെ എന്നാലും അണ്ണനെ നീയാണെന്ന് പോലും കണ്ടില്ലേ ഞാൻ. ഞാനിന്ന് വെയിറ്റ് ചെയ്ത് ഞാൻ ചുമ്മാ ഫുഡൊക്കെ നോക്കിയതാ. സ്പെഷ്യൽ നോക്കിയതാ. ഫുഡൊക്കെ ഉണ്ടാക്കി ശരിക്കുവായിരുന്നു വാച്ചസ് ഇങ്ങനെ